ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇന്ത്യയെ പിന്തുണച്ച് റഷ്യയും രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈൻ അധിനിവേശം നടത്തുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലായിരുന്നു അമേരിക്കയുടെ വിമർശനം. റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് റഷ്യൻ ഭരണകൂടത്തിന്റെ വക്താവ് ദിമിത്രി തന്നെയാണ് രംഗത്തെത്തിയത്. റഷ്യയുമായിട്ടുള്ള വ്യാപാരം നിലനിർത്താൻ രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും മോസ്കോയ്ക്കും ഇന്ത്യക്കും എതിരായ ഇത്തരം ഭീഷണികൾ വില പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യങ്ങൾക്ക് സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള രാജ്യങ്ങളുമായി വ്യാപാര സാമ്പത്തിക സഹകരണങ്ങൾ ഏർപ്പെടാം. റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് രാജ്യങ്ങളെ സമ്മർദ്ദം ചെലുത്തുന്നത് ഭീഷണിയായി കാണേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഭീഷണികൾ നിയമപരമല്ല, ദിമിത്രി കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റ് സൈനിക ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത് ഇന്ത്യയിൽ നിർത്തണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം തള്ളി മോദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വൻതോതിൽ എണ്ണ വാങ്ങിച്ച് അമിത വിലയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. എന്നാൽ അധിക നാൾ ഈ ആരോപണം വില പോകില്ല എന്നാണ് മോദിയും പറയുന്നത്.